നേപ്പാൾ ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ പ്രകൃതി തൻ്റെ ഏറ്റവും സുന്ദരമായൊരു രൂപം തുറന്നു കാട്ടുന്ന ഒരു കൊച്ചു രാജ്യം. മഞ്ഞു മൂടിയ പർവ്വതനിരകളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംസ്കാരവും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ജീവിതം. പ്രകൃതിയും സംസ്കാരവും കുറച്ച് അഡ്വഞ്ചേഴ്സും ഒത്തുചേർന്ന ഒരു അനുഭവം, അതാണ് നേപ്പാൾ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് യാത്രക്കാരിവിടെ എത്തുന്നത് ഉയരങ്ങൾ കീഴടക്കാൻ മാത്രമല്ല, സ്വന്തം പരിമിതികൾ തിരിച്ചറിയുവാനും പ്രകൃതിയുമായി കൂടുതൽ അടുത്തിടപഴകുവാനും ജീവിതത്തിലെ ലളിതമായ സന്തോഷങ്ങൾ വീണ്ടും കണ്ടെത്തുവാനും കൂടിയാണ്. ഇവിടെ സമയം കുറച്ച് പതുക്കെയാണ് ഒഴുകുന്നത്. മലകളുടെ നിശബ്ദതയും പ്രകൃതിയുടെ വിശാലതയും ജീവിതത്തിലെ മറ്റൊരു കാഴ്ചപ്പാട് കാണാൻ നമ്മളെ പഠിപ്പിക്കുന്നു. ചില യാത്രകൾ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചല്ല, വഴിയിലുണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ്. നേപ്പാൾ അത്തരമൊരു യാത്രയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ട്രക്കുകളിൽ ഒന്നായ അന്നപൂർണ സർക്കിട്ട് ട്രക്കുകളിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. മഞ്ഞു മൂടിയ ഹിമാലയൻ കൊടുമുടികൾ, ടിബറ്റൻ സംസ്കാരത്തിൻ്റെ സ്പർശനമേറ്റ ഗ്രാമങ്ങൾ, ഓരോ ചുവടിലും മാറുന്ന ടെറൈൻ, ഇതെല്ലാം ചേർന്ന ഒരു കൊച്ചു യാത്ര. ഈ യാത്രയിൽ ഞാൻ നേരിട്ട വെല്ലുവിളികളും മറക്കാനാവാത്ത കാഴ്ചകളും വഴിയിലുണ്ടായ അനുഭവങ്ങളും പങ്കുവെക്കാനാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അന്നപൂർണ സർക്കിട്ട് ട്രക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഏറ്റവും കുറഞ്ഞത് 6 days വേണം. ഇത് മാസങ്ങളോളം ട്രക്ക് ചെയ്യുന്ന ട്രാവലേഴ്സും ഉണ്ട്. സമയപരിമിതി കാരണം വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാനവിടെ ട്രൈ ചെയ്യുന്നത്. ഞങ്ങൾ ഓൾറെഡി നേപ്പാളിൻ്റെ ക്യാപിറ്റലായ കാഠ്മണ്ഡിൽ നിന്ന് ബേസി സഹാറിലേക്ക് എത്തിയിട്ടുണ്ട്. ബേസി സഹാറിൽ നിന്ന് അപ്പർ പിസാങ് വരേക്കുള്ള യാത്രയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പർ പിസാങ് ഏകദേശം 3300 മീറ്റർ അഥവാ 10830 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം അത്രയ്ക്ക് ആൾട്ടിറ്റ്യൂഡ് നമുക്ക് ഗെയിൻ ചെയ്യാനുണ്ട്. അങ്ങനെ കാഠ്മണ്ഡിൽ നിന്ന് ബസ് പിടിച്ച് ബെസിസാറിലെത്തി. ചുറ്റും നല്ല മലകളൊക്കെ കാണാമല്ലേ. ഞങ്ങൾ രാവിലെ ശേഷം 7:30-ക്കായിരുന്നു ബസ്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് 3:30 റോഡെന്ന് പറയാൻ തന്നെ ഉണ്ടോ സംശയമാണ്. പലയിടത്തും വളരെ മോശമാണ്. കുറച്ച് വാങ്ങാതെ നല്ല റോഡുള്ളൂ. പക്ഷേ 2 ഓപ്ഷൻ കിട്ടും കാഠ്മണ്ഡിൽ നിന്ന്. ഒന്ന് നോർമൽ ലോക്കൽ വണ്ടികൾ, അതായത് നമ്മളെ ട്രാവലറുമായിട്ട് വണ്ടികൾ. പിന്നെ കിട്ടുന്നത് ടൂറിസ്റ്റ് ബസ് പറയുന്നത്. ടൂറിസ്റ്റ് ബസ് പറഞ്ഞാൽ നമ്മളെ മിനി ബസ് പോലത്തെ ഒരു ബസ്സുകളാണ്, പക്ഷേ നല്ല സീറ്റുകളാണ്. അത് തമ്മിലൊരു 200 രൂപേൻ്റെ വ്യത്യാസം. 200 നേപ്പാളി റുപ്പീസ്, 200-300 നേപ്പാളി റുപ്പീസിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇപ്പം നല്ല ഓപ്ഷൻ വെച്ചാൽ റോഡ് വളരെ മോശമാണ്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് സൈഡാവും. അപ്പോൾ ഇവിടെ എത്തി നമുക്ക് ചാമയെ പോകണം. വഴി അത്ര നല്ലതല്ല. ഒരു 6 മണിക്കൂർ 5 മണിക്കൂർ എന്തായാലും എടുക്കും. അപ്പം പോയി കഴിഞ്ഞാൽ 10 മണിയൊക്കെ അവിടെ എത്തുമ്പോഴത്തേക്ക്. അപ്പോൾ ഞങ്ങളത് വേണ്ട വിചാരിച്ച് നാളെ രാവിലത്തെ വണ്ടിയിൽ പോകാരിച്ച്. പക്ഷേ ഇവിടുന്ന് ചാമയ്ക്കുള്ള വഴി നല്ല ഭംഗിയുള്ള വഴി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം രാവിലെ പോയി കഴിഞ്ഞാൽ ഈ വഴിയൊക്കെ കണ്ടിട്ട് സുഖമായിട്ട് പോവാം. ഇത് ചെറിയൊരു സ്ഥലമാണ് ബിസാറ്, ചെറിയൊരു അങ്ങാടി. അപ്പം ഇത് താഴെ സ്ഥലം തന്നെയാണ്. ഇതിൻ്റെ മലേൻ്റെ മുകളിലേക്ക് പോകുന്നവർ മൊത്തം ഇവിടെ വന്നിട്ടാണ് പോവുക. ഇതാണ് മെയിൻ പോയിൻ്റ്. ഇതാണ് ബേസിസാറ്. വലിയ തിരക്കും ബഹളമൊന്നുമില്ല. കാഠ്മണ്ഡു മാതിരിയുള്ള കാഠ്മണ്ഡു നല്ല ബിസിയൊരു സിറ്റിയാണ്. മെയിൻ ക്യാപിറ്റലാണല്ലോ നേപ്പാളിൻ്റെ. ഒരു ചെറിയ നഗരം, ഒരു ചെറിയൊരു സ്ഥലം. പക്ഷെ ഇവിടെ നമുക്ക് നമ്മൾ ട്രക്കിങ്ങിന് ആവശ്യമായുള്ള സാധനങ്ങൾ കിട്ടും കേട്ടോ. നമ്മൾ എന്തെങ്കിലും മറന്നൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കളക്ട് ചെയ്യാം. അത് ചില സാധനങ്ങൾ കിട്ടും. ഇവിടെ നിന്ന് മുകളിലേക്ക് പോയ പ്രശ്നമൊന്നും കിട്ടില്ല. ഇവിടെ ജീപ്പ് ബുക്കിംഗ് കൗണ്ടർ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ മനാങ് വരെയൊക്കെയുള്ള ജീപ്പ് പോകുന്നു. മുകളിൽ കാണും മനാങ് കഴിഞ്ഞിട്ടുണ്ട്. അതിന് മുകളിലേക്ക് പോകുന്നു തോന്നുന്നു. മനാങ് വരെയുള്ള ജീപ്പൊക്കെ എന്തായാലും ഇവിടെ നിന്ന് കിട്ടും. അതല്ല തന്നെ നമ്മൾ വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കും ജീപ്പ് വേണോ, ഇപ്പം പോകണമെന്നൊക്കെ. ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാം. ഞങ്ങൾ വന്ന് ചോദിച്ചാൽ ഒരു 500 റുപ്പീസിൻ്റെ വ്യത്യാസം ഉണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും ലാഭം. അപ്പം നമ്മളെ വണ്ടി നാളെ രാവിലെ ചാമയിലേക്ക് പോകും. ഇത് നമ്മളെ ബെസിസാർ റൂമിലെ മുന്നിലുള്ള വ്യൂ ആണ്.
കറക്റ്റ് ടൗണിൽ തന്നെ അടുത്ത് തന്നെയാണ് ജീപ്പ് കിട്ടുന്ന സ്ഥലം. അവിടെ ആ ഭാഗത്തായിട്ടാണ് വരുന്നത്. നാളെ രാവിലെ ജീപ്പ് പിടിക്കണം. കാഠ്മണ്ഡു ഭയങ്കര ക്യാപിറ്റലാണ് നേപ്പാളിൻ്റെ. ഭയങ്കര ക്രൗഡഡ്, ഭയങ്കര ബിസി ഒരു ഏരിയ ആയിരുന്നു. ഭയങ്കര പീസ്ഫുള്ളാണ്, എന്നാലും കുറച്ച് നിറച്ചും ജനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര ശരിക്കും ആക്ച്വലി വില്ലേജുകൾ കുറേ കാണാൻ പറ്റി. ആക്ച്വലി നമുക്ക് വില്ലേജ് സൈഡ് നേപ്പാളിൻ്റെ ശരിക്കും ഭയങ്കര കൃഷിഭൂമികളും, എല്ലാ വീട്ടിലും ആടുണ്ട്. വരുന്ന വഴി കുറച്ച് വിട്ടുവിട്ടിട്ടാണ് വീട്, പക്ഷേ എല്ലാ വീട്ടിലും ആടും കോഴിയൊക്കെ ആയിട്ട് രസമുണ്ടായിരുന്നു കാണാം. കറക്റ്റ് വില്ലേജ് സൈഡ് കാണാൻ പറ്റി. പക്ഷേ റോഡ് വളരെ അബദ്ധമാണ് ഇങ്ങോട്ടേക്കുള്ളത്. അപ്പം അത്യാവശ്യം നല്ല വാഹനത്തിൽ വരുന്നതൊക്കെ സുഖം, അല്ലെങ്കിൽ ഊരൻ്റെ അടപ്പ് വരും. നല്ല കുണ്ടും കുഴിയുള്ള റോഡാണ്. റോഡില്ല പല ഭാഗത്തും, കുണ്ടും കുഴിയില്ല, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ് അധികവും. പിന്നെ മലയോരാണുള്ളൂ, അത്രയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ബട്ട് യാത്ര കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷേ സമയം എടുക്കും. 7:30 ഞങ്ങൾ 7:30 ഫസ്റ്റ് വണ്ടി 7:30 7:30 പുറപ്പെട്ട് എത്തുമ്പോഴത്തേക്ക് നിയർലി 3:30 ആ സമയം എടുക്കും. പിന്നെ ഇവിടെ നിന്ന് പോയി ഇരുട്ടായിട്ട് വലിയ കാര്യമില്ല, അർത്ഥമില്ല. അപ്പോൾ ഇന്നിവിടെ കൂടാതെ വിട്ടു. ഒരു ചെറിയൊരു സ്ഥലം, ഭയങ്കര പീസ്ഫുള്ളായ ജനങ്ങളാണ്. ഭയങ്കര ഒച്ചയും വിളിയൊന്നുമില്ല. രസമുണ്ട് ഇവിടെ. കുറേ ജനങ്ങളൊക്കെ കാണാം. ഇവിടെ ഇങ്ങനെ ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, നാളത്തേക്ക് പ്ലാൻ ചെയ്യുക. ഇവിടെ തണുപ്പില്ല, വെസ്സാറിൽ തണുപ്പൊന്നുമില്ല. പക്ഷേ ഇതിന് ചാമി എത്തുമ്പോൾ തണുപ്പാവും. മഴ ചെറുതായിട്ട് തുടങ്ങുന്നുണ്ട്. ഇന്ന് വെസ്സാറിൽ ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ട്. മുകളിലത്തെ അവസ്ഥ എന്താ അറിയില്ല, തണുപ്പും ഉണ്ടാവും. അപ്പം കുറച്ച് വിൻ്റർ വെയർ ഒക്കെ എടുത്ത് നാളെ പോകണം ജീപ്പ് കയറണം. വെസ്സാർ താഴെയാണ്, അത്ര ഹൈറ്റല്ല. ചാമയിലെത്തുമ്പോഴത്തേക്ക് നമ്മൾ നിയർലി 2600 മീറ്റർ ഹൈറ്റിലേക്ക് എത്തും ഒറ്റയടിക്ക്. അത് ഒരു ജേണി, ഒരു 6 hours ജേണി ഉണ്ട്. അപ്പം അവിടെ എന്തായാലും തണുപ്പുണ്ടാവും. അപ്പോൾ രാത്രി 10 മണിക്കൊക്കെ അവിടെ എത്തിപ്പെടുന്നതിൽ നല്ലത് ഒരു നല്ല സമയത്ത് എത്തിപ്പെട്ട് സെറ്റാവുന്നതായിരിക്കും. അതിനുകൊണ്ട് ഞങ്ങളൊന്ന് പോവാത്തത്. ഞങ്ങളെ കൂടെ വന്ന് കുറച്ച് പേരൊക്കെ ഒന്ന് പോയിട്ടു, ജീപ്പിലെടുത്ത് പോയി. ഞങ്ങൾ നാളെ പോകാനാണ് പ്ലാന്. കുറച്ച് വിൻ്റർ വെയർ കാര്യങ്ങൾ റെഡിയാക്കിയിട്ട് അപ്പം ചാമയ്ക്കുള്ള പോകുന്ന വഴിക്ക് കാണാം. രാവിലെ എണീറ്റ് ജീപ്പിൻ്റെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. ഇതാണ് വണ്ടി. മുകളിൽ ബാഗ് സെറ്റാക്കി ഇനി ചാമയിലേക്ക് പോകാം. യാത്ര ചെയ്തൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പെർമിറ്റിൻ്റെ ഓഫീസിലെത്തും. ഇവിടെ നമ്മൾ കാഠ്മണ്ഡുവിൽ പെർമിറ്റ് എടുത്തുകൊണ്ട് ഇതിവിടെ കാണിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കൂടെ ജീപ്പിൽ 2 പേരുണ്ടായിരുന്നു, അവർക്ക് പെർമിറ്റ് ഉണ്ടായിരുന്നില്ല. ഐ തിങ്ക് അവർ പെർമിറ്റ് ഉണ്ടാക്കാൻ പോകണം. ഇവിടെ നിന്ന് തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് പെർമിറ്റ് മേടിക്കാം. പെർമിറ്റ് കാഠ്മണ്ഡു എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. യാത്ര ചെയ്ത് മറ്റേ പെർമിറ്റിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തന്നെ മുന്നോട്ട് വന്നപ്പോൾ റോഡില്ല, റോഡ് ഉണ്ടാക്കുകയാണ്. ബ്ലോക്ക്. ഇവിടെ നിന്നൊരു നമ്മളെ വണ്ടി ഇവിടെ നിന്നൊരു 42 കിലോമീറ്റർ ഉണ്ട് ചാമയ്ക്ക്. അപ്പം നമ്മളെ വണ്ടിയിലുള്ള ഒരു പുള്ളി ബാഗ് എടുത്ത് നടന്നു. ഞാൻ നടക്കാൻ പോകാറ് ഇറങ്ങി നടന്നു വന്നു. ഇവിടെ എത്ര നേരം എടുക്കുമെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ ഇരിക്കണം, കുറച്ച് സമയം എടുക്കും. എന്തായാലും ഇപ്പുറത്തെ ഭാഗത്ത് ഒരു ചെറിയ അരുവിയൊക്കെ പോകുന്നുണ്ട്. മഴ പെയ്താലുള്ള അവസ്ഥ ഇതാണ്. റോഡ് എന്തിവിടെ സംഭവിക്കാം. അപ്പം ബ്ലോക്ക് എപ്പോഴും പ്രതീക്ഷിക്കുക. ഒരു 2 മണിക്കൂറായപ്പോഴേക്കും ആ JCB കൊണ്ട് താൽക്കാലികമായിട്ട് ജീപ്പുകൾക്കൊക്കെ പോകാൻ വേണ്ടി പറ്റുന്ന ഒരു വഴി ആ റോഡ് വർക്കേഴ്സ് ഉണ്ടാക്കി. അങ്ങനെ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം യാത്ര വീണ്ടും സ്റ്റാർട്ടായി. ഇവിടെയൊക്കെ ഓടുന്ന എല്ലാ വണ്ടികളും മോസ്റ്റ്ലി ഒരു 4x4 വണ്ടികളായി കിട്ടും. റോഡ് കുറച്ച് അഡ്വഞ്ചറസുമാണ്. അങ്ങനെ ഒരു ചെറിയ ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞ് യാത്ര വീണ്ടും ആരംഭിച്ചു.
ബേസി സഹാറിൽ നിന്ന് ചാമ വരെ മാത്രമല്ല ജീപ്പുകൾ പോകുന്നത്, ലോവർ പിസാങ് കഴിഞ്ഞ് മനാങ് വരെ ജീപ്പുകൾക്ക് പോകാനുള്ള വഴിയുണ്ട്. പക്ഷേ ചാമ വരെയുള്ള യാത്ര മാത്രമേ ഞങ്ങൾ ഈ ജീപ്പിൽ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അതിനൊരു കാരണമുണ്ട്. മനാങ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 3520 മീറ്റർ അല്ലെങ്കിൽ 11,550 അടി ഉയരത്തിലാണ്. അപ്പം ഒറ്റ ദിവസം കൊണ്ട് വാഹനത്തിലൊക്കെ കയറിപ്പോയി ഇത്രയും ആൾട്യൂഡൊക്കെ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആൾട്യൂഡ് സിക്നസ് അല്ലെങ്കിൽ AMS എന്ന് പറയുന്ന അക്യൂട്ട് മൗണ്ടൻ സിക്നസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓൾട്യൂഡ് സിക്നസ് എന്ന് വെച്ചാൽ ഈ ഹൈ ആൾട്യൂഡിലൊക്കെ എയറിൽ ഓക്സിജൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ഇത് കാരണം നമ്മുടെ ശരീരത്തിനൊക്കെ കൂടുതൽ വർക്കും എഫേർട്ടും എടുക്കണം ഓക്സിജൻ കിട്ടാൻ. സാധാരണ ഒരു 2500 മീറ്റർ അല്ലെങ്കിൽ 8200 അടി ഉയരത്തെത്തിക്കഴിഞ്ഞാലാണ് ഈ ഓൾട്യൂഡ് സിക്നസിൻ്റെ സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങുക. തലവേദന, വോമിറ്റിംഗ്, വല്ലാത്ത ക്ഷീണം, വിശപ്പില്ലായ്മ, ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ ഓൾട്യൂഡ് സിക്നസിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഹൈ ആൾട്യൂഡിലേക്ക്, അതായത് ഉയരങ്ങളിലേക്ക് വീണ്ടും ട്രക്ക് ചെയ്യാതിരിക്കണം. ലോവർ ആൾട്യൂഡിലേക്ക് ഇറങ്ങി വന്ന് റെസ്റ്റൊക്കെ ചെയ്യണം. ഓൾട്യൂഡ് സിക്നസ്സിന് നമ്മളത്ര സീരിയസ് ആയി കണ്ടില്ലെങ്കിൽ ഇത് ലൈഫ് ത്രെറ്റനിങ് വരെ ആവാം. അങ്ങനത്തെ ഒരു കേസാണ്. അപ്പം ഈ ഓൾട്യൂഡ് സിക്നസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ ചാമ വരെ മാത്രം ജീപ്പ് പോകുന്നത്, അതിന് മുന്നോട്ട് ജീപ്പ് പോകാത്തത്. പിന്നെ അവിടെ നിന്ന് സ്ലോലി ആയി ട്രക്കൊക്കെ ചെയ്ത് അപ്പർ പിസാങ്ങിലേക്കുള്ള ആൾട്ടിറ്റ്യൂഡ് ഗെയിൻ ചെയ്യാനാണ് പ്ലാൻ. രാവിലെ തന്നെ യാത്ര തിരിച്ചെങ്കിലും ചാമ എത്തിയപ്പോഴത്തേക്കും ഉച്ചയ്ക്കൊരു 1:30 കഴിഞ്ഞു. മൗണ്ടൻ റോഡ്സ് അല്ലേ, ജീപ്പിലുള്ള യാത്രയൊക്കെ എന്തായാലും ലേറ്റാവും. ചാമ എത്തിയ ഏകദേശം ഉച്ചയ്ക്കൊരു 1:30-2 മണിയായിരുന്നു. ആ വഴിത്തെ ബ്ലോക്കും കാരണമൊക്കെ ആയിട്ട്. അപ്പം വന്നിട്ട് ഒരു സ്ഥലത്ത് റൂം എടുത്തു. ഒരു ഹോം സ്റ്റേ ഉണ്ടായിരുന്നു, അവിടെ റൂം എടുത്തു. ചാമയിലൊരു വ്യൂ ഉണ്ട്, ദൂരത്ത് മഞ്ഞ് മൂടിയ ഒരു പർവ്വതം കാണാം. ഇവിടെ ഒരു മഞ്ഞ് മൂടിയ കാണുന്നു, സ്നോ ക്യാപ്ഡ് കാണുന്നുണ്ട്. നമ്മളെ റൂം അതാണ്. ബേസിക് റൂം എടുത്തത്, ഞങ്ങൾ ഏറ്റവും ബേസിക്കായ റൂം എടുത്തത്. മുന്നിലിങ്ങനെ കുത്താനാവരുത്. അതാണ് നമ്മുടെ സ്റ്റേയിൻ്റെ അവിടെയാണ് കിച്ചൺ പുക വരുന്നുണ്ട് കാലത്ത് തന്നെ. പുള്ളിക്കാരൻ്റെ ഹോം സ്റ്റേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ഇയാളെ ഫാമാണ്, ഇയാൾ കൃഷിയാണ് മെയിനായിട്ട്. ചുറ്റും ബാക്കിൽ ഫുള്ള് കൃഷി സ്ഥലങ്ങളാണ്. അരി ഒഴിച്ച് എല്ലാം അവിടെ ഉണ്ട്. പുരയിൽ റൈസ് ഒഴിച്ചിട്ട് ഇന്നലെ രാത്രി ഡിന്നർ കഴിച്ചപ്പം ഫുള്ള് ഭക്ഷണം മുപ്പര ഗാർഡനുള്ള സാധനങ്ങളായിരുന്നു. നല്ല ഒരു ചീര ഉണ്ടായിരുന്നു, ലീഫ് ഉണ്ടായിരുന്നു, ധാന്യങ്ങളുണ്ട്, അതായത് ദാലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങ് വെച്ച ഒരു സബ്ജി ഉണ്ടായിരുന്നു, നല്ല ചൂട് ചോറ്, നല്ല രസമുള്ള ഇതായിരുന്നു. റാഡിഷിൻ്റെ ഒരു അച്ചാറൊക്കെ ആയിട്ട് നല്ല രസമുള്ള ഫുഡായിരുന്നു. നല്ല ഫ്രഷ് ഫുഡ്, വീട്ടിൽ നിന്നുള്ള ഗാർഡൻ എന്നുള്ള ഫുഡ് വെച്ച് വീട്ടിലുള്ള ഗാർഡൻ എന്നുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഭക്ഷണമാണ് മുപ്പര് തരാം. മുപ്പര് പറഞ്ഞ അരിൻ്റെ അടുത്തില്ല. മുപ്പര് ഇവിടെ അരി ഇടാൻ ശ്രമിച്ചു നോക്കി, അരി ഇവിടെ വളരുന്നില്ല പറഞ്ഞു, ഹൈറ്റ് കാരണം. അപ്പം പുള്ളി മുപ്പര ഉരുളക്കിഴങ്ങ് താഴത്തെ ആൾക്കാർ കൊടുത്തിട്ട് അരി വടിക്ക് എക്സ്ചേഞ്ച് ആയിട്ട്. പിന്നെ മുപ്പര കിച്ചൺ തന്നെ ആയിരുന്നു രാത്രി മൊത്തം. ഞങ്ങളെല്ലാവരും ഞങ്ങളിവിടെ
ഇപ്പം ആക്ച്വലി ഒരു 6 ഗസ്റ്റ് ഉണ്ട് ഇവിടെ. ഞാൻ അർജൻറ്റീനക്കാരുണ്ട്, ഹോസ്റ്റൽ സെറ്റിലായ 2 ഇസ്രായേലി ടീംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുൾ അവിടെ ഇരുന്ന് വർത്തമാനം പറയായിരുന്നു. ഇവരുടെ നാട്ടിലത്തെ കാര്യങ്ങൾ, എന്താ പറയുക, അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, അച്ഛൻ്റെ ഒരു സിസ്റ്ററുണ്ട്, പുള്ളിയുണ്ട്, പിന്നെ വലിയൊരു ചെറിയൊരു കമ്മ്യൂണിറ്റി, എല്ലാവരും തമ്മിൽ അറിയാം. ഇവരുടെ നാട്ടിലത്തെ കുറേ വീഡിയോസൊക്കെ കാണിച്ചു തന്നു, നാട്ടിലെ ഉത്സവത്തിൻ്റെ. പിന്നെ ഇവർ കഥകളൊക്കെ പറഞ്ഞു, ഇവരിങ്ങനെ ജീവിക്കുന്ന കാര്യങ്ങൾ. നല്ല രസമുണ്ടായിരുന്നു, നല്ല അടിപൊളി ഈവനിങ് ആയിരുന്നു. ഇപ്പം ഇന്നാണ് ഞങ്ങൾ ആക്ച്വലി ട്രെക്കിങ് സ്റ്റാർട്ടാവുന്നത്. ഇതുവരെ നമ്മൾ വണ്ടിയിലാണ് വന്നത്. ഇവിടെ നിന്ന് അപ്പർ പിസാങ്ങാണ് ലക്ഷ്യം. ഏകദേശം ഒരു 6 മണിക്കൂറിൻ്റെ വാക്കുണ്ട്. പുള്ളിൻ്റെ ഗാർഡൻ ചെറുതായിട്ട് കാണിച്ചു തരാം. ഇവിടെ കുറച്ച് ഭാഗത്തുമ്പോഴേ റൂമിൻ്റെ ഭാഗത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ മുകളിലാണ് വേറെ സ്ഥലങ്ങളിലൊക്കെയാണ് ഫുള്ള്. ആപ്പിളൊക്കെ ഉണ്ട് കേട്ടോ പുള്ളിൻ്റെ അടുത്ത്. ആപ്പിൾ, കീവി, ഇല്ല സാധനങ്ങളില്ല. പുള്ളിൻ്റെ ഫാം ചെറുതായി കാണിച്ചു തരാം. ബാക്ക് യാർഡിൽ ബ്രോക്കലി ഉണ്ട്, കുറച്ച് സ്പിനച്ച് സാധനങ്ങളുണ്ട്. ഇവിടെ കോഴി ഫാമാണ്. കോഴി കിടന്നുറങ്ങാൻ തണുപ്പിടിച്ചിട്ട്. ഇതിനുള്ളിൽ കുറേ കുട്ടികളെ എന്താ ബ്രീഡ് ചെയ്യുന്ന മല്ലിച്ചപ്പിൻ്റെ ഇത് ചെറിയൊരു ഇതും എന്തൊരു ഇലയാണ് കഴിക്കാൻ പറ്റുന്നത്. രണ്ട് ഗ്രീൻ ഹൗസ് ഉണ്ട്, പുള്ളിയുണ്ട്. അപ്പുറത്തൊന്നും കൂടിയുണ്ട്. ഇതിനുള്ളിലും തക്കാളിയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. തക്കാളി, ബ്രോക്കലി, കുറേ സ്പിനച്ച്. മുകളിൽ ഇങ്ങനെ തേനീച്ചക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പുള്ളി. അങ്ങനെ തേനും കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ കുറേ റൂമുണ്ട് കേട്ടോ. ആവശ്യത്തിൽ അത്യാവശ്യം കുറേ ഗസ്റ്റുകളെ എന്താ പറയുക അക്കോമഡേറ്റ് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. ഇത് കടുകിൻ്റെ ചെടിയാണ് കേട്ടോ, മഞ്ഞപ്പൂവാണെന്ന്. പിന്നെ അവിടെ മുകളിലൊരു ചെറിയൊരു മൊണസ്റ്ററി ഉണ്ട്. ആ മൊണസ്റ്ററി നടത്തുന്നത് ഇവരാണ്. അവിടുത്തെ പൂജയും കാര്യങ്ങളും എല്ലാം നോക്കുക. അതിന് നടത്തിപ്പ് ഇവരെ കുടുംബം ചെയ്യുന്നത്. അത് പുള്ളി പറഞ്ഞത് നിയർലി 300 കൊല്ലത്തിന് മുകളിൽ പഴക്കമുള്ള ചെറിയ മൊണസ്ട്രിയാണ്. ഇപ്പം ഇന്നലെ ഒരു അച്ഛൻ അവിടെ വൈകുന്നേരം ചെറിയൊരു പൂജ നടത്താൻ പോകും, കാണണമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിരുന്നു. ഞങ്ങൾ പോയി കണ്ടിരുന്നു. മൊണസ്ട്രിയൊക്കെ ചെറിയൊരു മൊണസ്ട്രി, പക്ഷേ ഫുള്ള് വാൾ പെയിൻറ്റൊക്കെ ഫുള്ള് ഹാൻഡ് മെയ്ഡാണ് കാര്യങ്ങൾ. ഇവിടെ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ നടക്കുക. ചെറിയ ഗ്രാമമാണ്, ചെറിയ കമ്മ്യൂണിറ്റിയാണ്. എല്ലാവരും തമ്മിൽ അറിയാം, എല്ലാവരും ഭയങ്കര തമ്മിൽ ഹെൽപ്പ് ചെയ്ത് ജീവിക്കുന്ന സ്ഥലമാണ്. എന്തായാലും കിച്ചൺ നേരം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ കിച്ചൺ കാണിച്ചു തരാം. ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങുക. ഇതാണ് കിച്ചൺ. ഒരു 10-40 ഗസ്റ്റുകളൊക്കെ ഡീൽ ചെയ്യാനുള്ള സാധനങ്ങൾ ഫുള്ളി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സീസണല്ല, അതിനോട് അത്ര തിരക്കൊന്നുമില്ല. ഈവനിങ് ടൈം ആയിക്കഴിഞ്ഞാൽ എല്ലാവരും കിച്ചണിൽ തന്നെ ആകും കേട്ടോ. ഇവിടെ ഈ വിറക് കത്തുന്നത് കൊണ്ട് ഒരു ഇളം ചൂടുണ്ടാവും. സന്ധ്യാസമയങ്ങളിൽ ഈ ഇളം ചൂട് നല്ല രസമാണ്. അപ്പം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ. ഈ ഹോം സ്റ്റേൻ്റെ ഓണറിനോട് സംസാരിച്ചിട്ട് ഞങ്ങളൊരു പോർട്ടർ കം ഗൈഡിനെ ഒപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടുത്തെ ലോക്കലായിട്ടൊരു വ്യക്തിയാണ്. ഈ ചാമയിൽ വന്നു കഴിഞ്ഞാൽ ഈ പോർട്ടർ, ഗൈഡ് കാര്യങ്ങളൊക്കെ ലോക്കൽ വ്യക്തികളെ കിട്ടാത്ര ബുദ്ധിമുട്ടില്ല. ബക്ക്വീറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു ദോശയൊക്കെ കൂടിയ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളുടെ ട്രക്കിംഗ് സ്റ്റാർട്ടായി. ചാമയിൽ നിന്ന് അപ്പർ പിസാങ് ഏകദേശം ഒരു 14 to 17 കിലോമീറ്റർ ദൂരം വരും. ടെറേന് അത്ര ഡിഫിക്കൽട്ടല്ല. ഇടയ്ക്ക് കയറ്റവും ഇറക്കമൊക്കെ ഉണ്ടെങ്കിലും ഫുൾ ടൈം കുത്തനെ കയറ്റമോ കുത്തനെ ഇറക്കമോ അങ്ങനത്തെ ടെറേനല്ല, അത്ര ഡിഫിക്കൽട്ട് ടെറേനല്ല.
നടക്കാൻ നല്ല രസമാണ്. ഡിഫിക്കൽട്ട് അല്ല എന്ന് പറഞ്ഞത് ടെറേനാണ് കേട്ടോ. കുറേ നടക്കാനുണ്ട്, ഇത്തിരി ഫിറ്റ്നസ് ലെവലൊക്കെ വേണം. ട്രക്കിങ്ങിന് പോകുന്നതിന് മുന്നേ നാട്ടിൽ ഇത്തിരി നടന്നൊക്കെ പ്രാക്ടീസ് ചെയ്ത് നല്ല ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഈ അന്നപൂർണ്ണ സർക്കിട്ടൊക്കെ ചെയ്യാൻ വരുമ്പം നാട്ടിൽ നിന്ന് ഒരു മാസമൊക്കെ എത്തി നടന്ന് ജോഗിങ്ങിന് പോയിട്ട് വാക്കിങ്ങിനൊക്കെ പോയി പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അന്നപൂർണ്ണ സർക്കിട്ട് ട്രക്കിങ്ങിൻ്റെ ട്രെയിൽ ഇസ് വെരി വെൽ മാർക്ക്ഡ്. ആൻഡ് അപ്പർ പിസാങ്ങിലേക്ക് നടക്കുമ്പം പല പല കാഴ്ചകളാണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. പച്ചക്കറികളും ആപ്പിളൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ, ചെറിയ ചെറിയ വില്ലേജസ്, അവിടുത്തെ ഈ കല്ല് കൊണ്ടുണ്ടാക്കിയ ബിൽഡിങ്സും വീടുകളൊക്കെ, പിന്നെ ട്രക്കിംഗ് ട്രെയിലിൻ്റെ സൈഡിലൂടെ ഒഴുകുന്ന മാർശാന്തി റിവർ, മലനിരകളിൽ പുല്ല് മേയാൻ പോകുന്ന ആടും യാക്കും, പിന്നെ ഹിമാലയൻ മലനിരകൾ, പൈൻ ഫോറസ്റ്റ്, അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഓരോ 1 മണിക്കൂർ അരമണിക്കൂർ കൂടുമ്പം നമുക്ക് കാണാൻ കിട്ടുക. നമ്മൾ ഈ അന്നപൂർണ്ണ സർക്കിട്ട് നടന്ന ചെയ്യണ്. ഇത് ആൾക്കാർ സൈക്കിളും കൊണ്ട് ചെയ്തു. പുള്ളി ഇത് സൈക്കിളും കൊണ്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. കുറേ ആൾക്കാർ സൈക്കിളായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ. കുറച്ച് ദിവസം ആട്ടിനിടെ കുടുങ്ങിപ്പോയി. ചാമേന്ന് അപ്പർ പിസാങ്ങിലേക്ക് നടന്നുകൊണ്ട് വരികയാണ്. എല്ലായിടത്തും പലയിടത്തും പലതരത്തിലുള്ള വ്യൂസ് ഉണ്ട്. റിവർ പലതരത്തിലുള്ള വ്യൂസൊക്കെ ഉണ്ട്. പക്ഷെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇവിടെ ഒരു കിളി വരും. എൻ്റെ ഈ ക്യാമറയിൽ കിട്ടുന്നെനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് സുന്ദരമുണ്ട്.
ഞാൻ നടന്നു വരുമ്പോൾ അപ്പർ പിസാങ്, ലോവർ പിസാങ്. നമ്മളെ പ്ലാൻ ഇന്ന് അപ്പർ പിസാങ് വരികയാണ്. നമ്മൾ റൈറ്റ് എടുത്ത് അപ്പർ പിസാങ്. അങ്ങനെ യാത്രയിൽ ഫസ്റ്റ് ദിവസം ട്രക്ക് ഉണ്ടായിരുന്നു. ബാക്കിയിൽ നമ്മൾ വണ്ടിയിലൊക്കെ വന്ന്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ദിവസം ട്രക്ക് കഴിഞ്ഞ് അപ്പർ പിസാങ്ങിലെത്തി. ചാമയിൽ ആക്ച്വലി രാവിലെ ഒരു 7:30 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 7:30 ഇറങ്ങി ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഉച്ചയുണ്ട്. ഒരു 1:30 ആയിട്ടുണ്ട്. കണ്ടവാൻ നടക്കാണ്ടായിരുന്നു. നിയർലി ഒരു നമ്മളെ ഗൈഡ് പറഞ്ഞത് 16 to 18 കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞത് ഉണ്ടായിരുന്നു. പക്ഷെ അത്രയ്ക്ക് ഡിഫിക്കൽട്ടായിരുന്നില്ല. വെച്ചാൽ ഇടയ്ക്ക് കുറച്ച് അപ്പ് വരും, ഇടയ്ക്ക് ഡൗൺ വരും. അങ്ങനെ ഫുൾ ഇങ്ങനെ അപ്പല്ല, കുറച്ച് അപ്പിൽ വരും, ഡൗണിൽ വരും. പിന്നെ കുറച്ച് പൈൻ ഫോറസ്റ്റ് ഇങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ അതിഗംഭീര വ്യൂസ് ആയിരുന്നു കേട്ടോ. നല്ല നല്ല വ്യൂസ് മാറി മാറി വന്നു. അവസാനത്തെ ഒരു 1 hour സ്ട്രെച്ച് വ്യൂ ഒരു രക്ഷയില്ല, അമേസിങ് ആയിരുന്നു കേട്ടോ. അവസാനത്തെ 1 hour നല്ല വെയിലുണ്ടായിരുന്നു, അങ്ങനെ തണുപ്പൊന്നും ഉണ്ടായില്ല. നടക്കുമ്പോൾ വളരെ അടിപൊളിയായിരുന്നു. വ്യൂ വാസ് ലൈക്ക് കാണ്ട് എക്സ്പ്ലെയിൻ വിത്ത് വേർഡ്സ്. അത്ര സുന്ദരമായിരുന്നു. അപ്പർ പിസാങ്ങിലെത്തി. നമ്മളെ അവിടെയാണ് നമ്മൾ റൂമെടുത്ത്. അവിടെ റൂമുണ്ട്. മോള് കാണുന്നത് അന്നപൂർണ്ണയാണ്. ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ഫോഗ് വരും, ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ക്ലിയർ ആവും. പക്ഷെ ഞങ്ങൾ കണ്ടു. അപ്പം നാളത്തെ പ്ലാന് മനാങ്ങാണ്. ഇപ്പം വെതർ എങ്ങനെയാണെന്ന് നോക്കട്ടെ. നമ്മൾ കൂടുതൽ പുള്ളിയുണ്ട്. ഒപ്പര് പറഞ്ഞു വെതർ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് പോവാം. താഴെക്കൂടെ പോകണം, മുകളിൽ കൂടെ പോകണം. പക്ഷെ മുകളിൽ കൂടെ ഇത്തിരി കയറ്റം ഇറക്കമുള്ളതൊക്കെയാണ്, ഡിഫിക്കൽട്ട് സാധനമാണ്. താഴെക്കൂടെ സ്ട്രെയിറ്റ് റോഡാണ്, വാലിനടിയിലുള്ള. അവിടെ വാഹനമൊക്കെ പോകും. ഇവിടെ കറക്റ്റ് ട്രെയിലാണ്, ട്രക്കിംഗ് ട്രെയിലാണ്. പക്ഷേ വെതർ മറ്റേ ക്ലൗഡി ഫോഗി ആണെങ്കിൽ ഇത് മുകളിൽ കൂടെ പോയിട്ട് അർത്ഥമില്ല, ഒന്നും കാണില്ല എന്ന് പറയുന്നത്. നാളെ നോക്കാം. അപ്പം നാളെ ഡേ 2. ഇന്നിനി ഡിന്നറൊക്കെ വെച്ച് കിടക്കണം. നല്ല ക്ഷീണമുണ്ട്. വലിയ നടന്നിട്ട് ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട്, ട്രക്കിങ് ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് അത്ര ഉറപ്പുള്ള പരിപാടിയല്ല. എന്നാലും കംപ്ലീറ്റ് ചെയ്യുന്ന തോന്നുന്നു. നോക്കട്ടെ എന്താ അവസ്ഥയാണ്. മനാങ്ങിലേക്ക് വീണ്ടും ആൾട്ടിറ്റ്യൂഡ് കൂടും. ഇപ്പം നിയർലി 3600 മീറ്റേഴ്സ് ആൾട്ടിറ്റ്യൂഡിലുള്ളത്. വലിയ ആൾട്ടിറ്റ്യൂഡ് സിക്നസിൻ്റെ കുഴപ്പമൊന്നും അടിച്ചിട്ടില്ല ഇവരോട്ടും. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നാളെ നോക്കാം. നാളെ മനാങ്ങിലെത്തിയിട്ടൊക്കെ എന്താ അവസ്ഥ എന്നുള്ളത്. അന്നപൂർണ മേഖലയിലെ ഒരു ട്രഡീഷണൽ മൗണ്ടൻ വില്ലേജിൻ്റെ ഒരു മനോഹരമായ എക്സാമ്പിളാണ് അപ്പർ പിസാങ്. അപ്പർ പിസാങ് നിന്ന് നോക്കിയാൽ ഒരു സ്പെക്ടാക്കുലർ പനോരമ വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുക. അന്നപൂർണ 2, അന്നപൂർണ 3, അന്നപൂർണ 4 പീക്സ്, പിന്നെ ഗംഗപൂർണ, തിലിച്ചോ ആൻഡ് പിസാങ് പീക്സ് ഇവിടുന്ന് വിസിബിളാണ്. അപ്പർ പിസാങ് 3300+ ആൾട്ടിറ്റ്യൂഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ തീരപ്രദേശത്ത് നിന്ന് വന്ന ഞങ്ങൾക്ക് ഇവിടുന്ന് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഈവനിങ്ങും നൈറ്റും ലോഡ്ജിലൊക്കെ റെസ്റ്റ് എടുക്കുമ്പോൾ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് വരാതിരിക്കാൻ ഒരു നല്ല ട്രിക്കുണ്ട്. ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എവിടെയാണ് റെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിനേക്കാൾ ഹയർ ആൾട്ടിറ്റ്യൂഡുള്ള സ്ഥലത്തേക്ക് സ്ലോലി നടന്നു പോകുക. എന്നിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യുക. എന്നിട്ട് തിരിച്ച് ലോവർ ആൾട്ടിറ്റ്യൂഡുള്ള സ്ഥലത്തൊന്ന് റെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡുമായിട്ട് അക്ലമറ്റൈസ് ചെയ്യാൻ പറ്റും. അപ്പം അപ്പർ പിസാങ്ങിൽ ആൾട്ടിറ്റ്യൂഡ് അക്ലമറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയൊരു നടന്നു.
ഇവിടെ കുറച്ച് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മോണസ്ട്രി ആയിരുന്നു ഞങ്ങളുടെ അക്ലമറ്റൈസേഷൻ പോയിന്റ്. ഉച്ച കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ മോണസ്ട്രിയിൽ ആരും ഉണ്ടായിരുന്നില്ല. ബട്ട് ഇറ്റ് വാസ് സോ കാം ആൻഡ് പീസ്ഫുൾ. ഞങ്ങളവിടെ അന്നപൂർണ, ഗംഗപൂർണ പർവ്വതനിരകളൊക്കെ നോക്കി കുറേ നേരം സ്പെൻഡ് ചെയ്തു. എന്തായാലും അപ്പർ പിസാങ് വരെയുള്ള ഈ ട്രക്കിംഗ് ഇവിടെ അവസാനിക്കായിരുന്നു. അത്ര എളുപ്പമായിരുന്നില്ല, പക്ഷെ ഓരോ ചുവടും കൂടുതൽ ഉയരങ്ങളിലേക്കും കൂടുതൽ ഭംഗിയുള്ള പ്രദേശങ്ങളാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ലീവ് എ കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.